പണം ഉപയോഗിച്ച് ഭരണം പിടിക്കാൻ സാധിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസാണ്. പക്ഷെ അത് കേരളത്തിൽ നടക്കില്ല. പണം ഉണ്ടെന്നുള്ളതൊക്കെ നമ്മൾ സമ്മതിക്കുക. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുതലാളിമാരിൽ കുത്തക മുതലാളിമാരിൽ ഒരാളാണ് പുതുതായിട്ട് വന്ന പ്രസിഡൻറ്റ് രാജീവ് ചന്ദ്രശേഖർ. കേരള രാഷ്ട്രീയത്തിൽ അത് അന്യമാണ്. കേരള രാഷ്ട്രീയത്തിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും പഴയ BJPയുടെ KG മാരാർ ഉൾപ്പെടെ ഇങ്ങോട്ട് പരിശോധിച്ച് നോക്കിയാൽ സാധാരണയിൽ നിന്ന് സാധാരണക്കാരനായിട്ട് ഒരു അധ്യാപകനായിട്ടൊക്കെ ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹം ഈ അന്നത്തെ പാർട്ടിയുടെ ഭാഗമായിട്ട് ജനസംഘത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ വരുന്നത്. അങ്ങനെയൊരു പാരമ്പര്യമാണ് കേരളത്തിൽ പൊതുവേ രാഷ്ട്രീയ രംഗത്തുള്ളത്. എന്ന് പറഞ്ഞാൽ എല്ലാം അടിസ്ഥാന വർഗ്ഗത്തിൽ നിന്ന് വന്നവർ, പിന്നെ ഇടത്തരക്കാർ, പൊതുവായിട്ടുള്ള ആളുകൾ, അങ്ങനെയാണ് വന്നത്. പക്ഷേ ഇപ്പോഴും ആദ്യമായിട്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു കുത്തക മുതലാളിമാരുടെ ഭാഗമായിട്ടുള്ള ഒരാൾക്ക് പ്രസിഡൻ്റാവാൻ സാധിച്ചത്. ആ പ്രസിഡൻറ്റ് ഇവിടെ ഉദ്ദേശിക്കുന്നത് പണം കൊടുത്ത് എല്ലാം കൈകാര്യം ചെയ്യാമെന്നുള്ളതാണ്. പക്ഷേ പണം കൊടുത്തുകൊണ്ട് മാത്രം കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയമല്ല കേരള രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടുള്ളത്. അത് തിരിച്ചറിയാൻ അധികം താമസം വേണ്ടി വരില്ല. വിഴിഞ്ഞത്തിൻ്റെ തുറമുഖ ഉദ്ഘാടന സമയത്ത് അദ്ദേഹത്തിന് ഇരിപ്പിടം കിട്ടി, അദ്ദേഹത്തിൻ്റെ പേരുണ്ടായിരുന്നു. അപ്പോൾ അത് വലിയ വിമർശനങ്ങൾ അതിനിടയിലുണ്ട്. മാത്രമല്ല അദ്ദേഹം ഇവിടെ വന്ന് നേരത്തെ വന്നിരിക്കുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു. അതെ, അതൊക്കെ പ്ലാൻ ചെയ്തതാണ്. പ്ലാൻ ചെയ്ത് നടത്തിയിട്ടുള്ള ഒരു ഉറക്കമാണ്. ക്യാമറയുടെ മുമ്പിൽ കുറേ ആളെ കൊണ്ട് കൂടി ഇരുത്തുക, എന്നിട്ട് അവിടെ നിന്ന് മുദ്രാവാക്യം വിളിപ്പിക്കുക. ആ മുദ്രാവാക്യം വിളിക്കുമ്പോൾ സ്റ്റേജിൽ ഇരുന്നിട്ട് ചോളെ ഒറ്റക്ക് മുദ്രാവാക്യം വിളിക്കുക. ഇതെല്ലാം നമ്മൾ ആ ഒരു കോപ്രായം പോലെ കണ്ടതാണ്. ഇതൊന്നും ഈ ഉത്ബുദ്ധ കേരളത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് വേറെ എവിടെയെങ്കിലും നടക്കുന്ന ഒരു പ്രക്രിയ പോലെ കേരളത്തിൽ വോട്ടാക്കാൻ ഇതൊക്കെ സാധിക്കുമെന്ന് വിചാരിക്കുന്നതിലൊക്കെ ഒരടിസ്ഥാനമില്ല. ഇവിടെയുള്ള BJPയുടെയും RSSൻ്റെയും സംഘപരിവാറിൻ്റെയും ഭാഗമായിട്ട് പ്രവർത്തിച്ച എത്രയോ പതിറ്റാണ്ടുകളായിട്ട് പ്രവർത്തിച്ച ആളുകൾക്ക് നല്ല അനുഭവമുള്ളവരാണ്. ആ അനുഭവമുള്ളവർക്കറിയാം ഈ കോപ്രായം കൊണ്ടൊന്നും കേരളത്തിൽ BJP രക്ഷപ്പെടാൻ പോകുന്നില്ല. പിന്നെ അവരുടെ നിലപാടാണ് പ്രധാനപ്പെട്ട പ്രശ്നം. കേരളത്തെ സംബന്ധിച്ച് ലോകത്ത് തന്നെ 3 സാർവദേശീയ മതം, ഒന്ന് ഹിന്ദു, മറ്റൊന്ന് മുസ്ലിം, മറ്റൊന്ന് ക്രിസ്ത്യാനി. ഈ അനുവാദത്തിൽ, കേരളത്തിൻ്റെ അനുവാദത്തിൽ വിന്യസിപ്പിക്കപ്പെട്ട ഒരു ജനതയോ ഒരു നാടോ ലോകത്ത് വേറെ എവിടെയില്ല. അത് കേരളത്തിൻ്റെ പ്രത്യേകതയാണ്. ഈ കേരളത്തിൻ്റെ പ്രത്യേകത കാണാതെ ഈ പറയുന്ന രീതിയിൽ സാമുദായിക രീതിയിൽ മാത്രം കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോയാൽ ശ്രീനാരായണ ഗുരുവിൻ്റെയും ചട്ടമ്പി സ്വാമികളുടെയും അയ്യങ്കാളുടെയും നാടായ ഈ കേരളത്തിൽ അത് വല്ലാത്ത രീതിയിൽ അങ്ങനെ സ്വാധീനിച്ചു പോകും എന്ന് ധരിക്കുന്നവർക്ക് അനുഭവത്തിലൂടെ പാഠം പഠിക്കേണ്ടി വരും എന്ന് മാത്രമേ അത് സംബന്ധിച്ച് പറയാനുള്ളൂ.